ഹയ മംഗല്യോത്സവ് 2025 2.5% മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം. 5% മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. എടവണ്ണ പഞ്ചായത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ പേര് വ്യക്തികൾ അറിയാതെ പട്ടികയിൽ നിന്നും തള്ളാൻ നീക്കം നടക്കുന്നതായി ആരോപണം. CPM-നെതിരെയാണ് UDF ആരോപണം ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് നാളെ മാർച്ച് നടത്തുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ട് വോട്ട് തള്ളൽ പ്രക്രിയയിൽ പരാതിക്കാരന്റെ സമ്മതമില്ലാതെ വോട്ട് തള്ളിയതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതൊന്ന് എൻ്റെ അമ്മയുടെ പേരിലും ഒന്ന് ചെറിയമ്മന്റെ പേരിലും ഒന്ന് നമ്മളെ വീടിന്റെ അടുത്തുള്ള ഏടത്തിയമ്മന്റെ പേരിലായിട്ടുള്ളതാണ് കൊടുത്തത്. ഈ പരാതി കൊടുത്ത് വോട്ട് തള്ളാൻ കൊടുത്ത ആളുമായിട്ട് ഒരു ബന്ധമോ പിന്നെ സമ്മതമോ ഇല്ലാതെ ആരോ ചെയ്തൊരു വ്യാജ പരാതി ഉണ്ടാക്കിയിട്ട് തമ്മിൽ ഐക്യത്തോടെ കൂടുന്ന നാടിനെ തമ്മിൽ തല്ലിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് ഇപ്പോ. രാഷ്ട്രീയ താൽപര്യത്തിന്റെ ഭാഗമായി പഞ്ചായത്തിൽ UDF-ലെ സ്വാധീനമുള്ള വിവിധ വാർഡുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടത്തുന്നതായി നേതാക്കൾ പറഞ്ഞു. ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ചാണ് വ്യക്തികളെ പട്ടികയിൽ നിന്നും ഒഴിവാക്കാനുള്ള നീക്കം നടക്കുന്നത്. 7 കളരി വാർഡിൽ മാത്രം 60ഓളം ആളുകളുടെ വോട്ടുകൾ തള്ളിക്കളയാനുള്ള നീക്കം നടന്നിട്ടുണ്ട്. UDF-ൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാനുള്ള നീക്കമാണ് ഇതിന്റെ പിന്നിലെന്നും നേതാക്കൾ പറഞ്ഞു. പോസ്റ്റൽ വോട്ട് ചേർക്കുന്നതിലും വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്ത് ഭരണം നിലനിർത്താൻ ആദ്യം ചെയ്തത് അശാസ്ത്രീയമായ രീതിയിലുള്ള വാർഡ് വിഭജനമാണെന്നും എന്നാൽ 22ാം വാർഡിൽ വിജയം നേടി UDF ഭരണം നേടുമെന്നും നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്ത് ഭരണം നിലനിർത്താൻ ആദ്യം ചെയ്തത് അശാസ്ത്രീയമായ രീതിയിലുള്ള വാർഡ് വിഭജനമാണെന്നും എന്നാൽ 22 വാർഡിൽ വിജയം നേടി UDF ഭരണം നേടുമെന്നും നേതാക്കൾ പറഞ്ഞു. EA കരീം, A അഹമ്മദ് കുട്ടി, VP ലുക്മാൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എടവണ്ണ. രുചിയുടെ തിരമാലകളാൽ ME-ക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരനുഭവം ഇനി വണ്ടൂരിൽ. ME ബേക്സ്, നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ.